തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇത് മാറ്റങ്ങളുടെ കാലഘട്ടം. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് നമ്മൾ കണ്ടതാണ് ഒരു വലിയ സിനിമാ നടൻ്റെ രംഗപ്രവേശം. അപ്പം അങ്ങനെ മറ്റൊരു കക്ഷിയുമായി ഒരു പുതിയ വിജയ് പരീക്ഷണം അത് നമ്മൾ കണ്ടു. അതിൻ്റെ ഇമ്പാക്റ്റിനെ കുറിച്ച് മുൻപൊരു വീഡിയോ ഇതേ പ്ലാറ്റ്ഫോമിൽ ചെയ്തിരുന്നു എന്നതും ഓർക്കുന്നു. ഇപ്പോൾ അതിനേക്കാൾ നിർണായകമായ ഒരു നീക്കമാണ് നടന്നിരിക്കുന്നത്. AIADMKയും അതായത് മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ MGRൻ്റെയും ജയലളിതയുടെയും ഒക്കെ ലെഗസി പിറന്ന ഓൾ ഇന്ത്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകവും ഭാരതീയ ജനതാ പാർട്ടിയുമായി വീണ്ടും സഖ്യത്തിലായിരിക്കുന്നു. ഒരു 1.5 വർഷം മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ADMK ഏകപക്ഷീയമായി BJP ബാന്ധവം ഉപേക്ഷിച്ച് നമ്മൾ കണ്ടതാണ്. അതിന് പ്രധാന കാരണം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അണ്ണാമലൈ, അദ്ദേഹത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷയാണ് BJPക്ക്. ഒരുപക്ഷെ BJPയുടെ ദേശീയ പ്രസിഡന്റ് വരെ ആകാനുള്ള ത്രാണിയുള്ള ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അണ്ണാമലയ്ക്ക് വലിയ രീതിയിലുള്ള സ്വീകാര്യത BJPയുടെ കേന്ദ്ര നേതൃത്വത്തിലുണ്ട്. പക്ഷെ അതേ സ്വീകാര്യത ഒരുപക്ഷെ സംസ്ഥാനത്ത് ചില കേന്ദ്രങ്ങളെങ്കിലും അണ്ണാമലയ്ക്കില്ല. പ്രധാന കാരണം അണ്ണാമലയെക്കുറിച്ചും അതുപോലെ ജയലളിതയെക്കുറിച്ചും ഒക്കെ അണ്ണാമല ഇടയ്ക്കിടെ നടത്തിയിരുന്ന സാമാന്യം വില കുറഞ്ഞ ചില പ്രസ്താവനകൾ, ചില അഭിപ്രായങ്ങൾ AIADMKയെ അലോസരപ്പെടുത്തി, അണികളെ വല്ലാതെ അലോസരപ്പെടുത്തിയിരുന്നു. അങ്ങനെ എടപ്പാടി പളനിസ്വാമി ഒരു ഡിമാൻഡ് വെച്ചു. AIADMKയുടെ അനിഷേധ്യ നേതാവും ഇപ്പോഴത്തെ നേതാവും മുൻ മുഖ്യമന്ത്രിയുമൊക്കെയായ എടപ്പാടി പളനിസ്വാമി EPS അദ്ദേഹം പറഞ്ഞു, അണ്ണാമലയെ നേതൃത്വത്തിൽ ഇരുത്തിക്കൊണ്ട് BJPയുമായി ഒരിടപാടും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ സഖ്യം ആഗ്രഹിക്കുന്നുവെങ്കിൽ BJPക്ക് ഒറ്റ വഴിയേ ഉള്ളൂ, അണ്ണാമലയെ തള്ളിപ്പറയുക. അല്ലെങ്കിൽ തള്ളിപ്പറയാതെ തന്നെ അദ്ദേഹത്തെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിന്നും മാറ്റി നിർത്തുക, അറ്റ്ലീസ്റ്റ് സംസ്ഥാന പ്രസിഡന്റ് പദത്തിൽ നിന്നെങ്കിലും മാറ്റി നിർത്തുക. ആ തീരുമാനം എടുത്തിരിക്കുന്നു. ഏറ്റവും ഉന്നതമായ തലത്തിൽ അമിത്ഷാ നേരിട്ട് വന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും BJPയുടെ ഡിഫാക്ടോ മോദി കഴിഞ്ഞാൽ രണ്ടാമനുമായ അമിത്ഷാ, പ്രത്യേകിച്ച് സംഘടനാ കാര്യങ്ങളിലെ ഏതാണ്ട് അവസാന വാക്കെന്ന് വേണമെങ്കിലും പറയാവുന്ന അമിത്ഷായുടെ ചാണക്യ ബുദ്ധിയിൽ തിരിയുന്നത് ഇങ്ങനെയാണ്. BJPക്ക് ദ്രാവിഡ രാഷ്ട്രീയം ഉഴുതുമറിച്ചിട്ടിരിക്കുന്ന തമിഴ്നാട്ടിൽ വേരോട്ടമുണ്ടാകണമെങ്കിൽ ഏതെങ്കിലും ഒരു ദ്രാവിഡ കക്ഷിയുടെ ചിറകിലേറി മാത്രമേ പറ്റൂ. അത് DMKയുമായി സന്ധി പറ്റില്ല. കാരണം DMKയുമായി വലിയ പോരാട്ടത്തിലാണ് BJP. അത് മാത്രമല്ല, MK സ്റ്റാലിൻ ഫെഡറലിസം ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ഈ ഹിന്ദി വിരുദ്ധത ചൂണ്ടിക്കാട്ടിക്കൊണ്ട്, ഈ പഴയ ഒരു DKയുടെ ദ്രാവിഡ ഘടകത്തിൻ്റെ ആ ഒരു അസ്തിത്വം നേരെ ആവാഹിച്ചുകൊണ്ട് കേന്ദ്ര വിരുദ്ധ പ്രചരണങ്ങളിലും സംഘട്ടനങ്ങളിലുമാണ്. അത് മാത്രമല്ല, തമിഴ്നാട് നിയമസഭ ഇപ്പോൾ ഭരിക്കുന്നത് DMKയാണ്. സ്റ്റാലിൻ മുഖ്യമന്ത്രി പദത്തിലിരുന്നു കൊണ്ട് ഉണ്ടാക്കുന്ന നിയമനിർമ്മാണങ്ങൾ, തമിഴ്നാട് നിയമസഭയുടെ നിയമനിർമ്മാണങ്ങൾ അംഗീകരിക്കാൻ പലപ്പോഴും ഗവർണർ RN രവി തയ്യാറാവുന്നില്ല. അപ്പോൾ കേന്ദ്രത്തിൻ്റെ ചട്ടുകമായി RN രവി പ്രവർത്തിക്കുന്നു എന്ന ആക്ഷേപം വലിയ തോതിലുണ്ട്. അതുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് കേസ് പോയി വൈസ് ചാൻസലർ നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അപ്പോൾ ചാൻസലർ സ്ഥാനത്തേക്ക് മുഖ്യമന്ത്രിയെ എക്സോഫിഷ്യോ ആയിട്ട് തന്നെ അല്ലെ ഓട്ടോമാറ്റിക്കലി നിയമിക്കുന്ന ആ ഒരു നിയമന തീരുമാനം ഉൾപ്പെടെ, നിയമനിർമ്മാണം ഉൾപ്പെടെ ഇപ്പോൾ സുപ്രീം കോടതി അപ്ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അതായത് RN രവിയെ തള്ളിക്കൊണ്ട് ഗവർണർക്ക് ബില്ലുകൾ പിടിച്ചു വെക്കാനാവില്ല, പരമാവധി 1 മാസം പിടിച്ചു വെക്കാം, അതിനുശേഷം വീണ്ടും നിയമസഭ പാസ്സാക്കി ഗവർണറെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ ബില്ലിന് ഒപ്പിടണം, അല്ലെങ്കിൽ അത് വിജയിച്ചതായി പ്രഖ്യാപിക്കപ്പെടും എന്ന രീതിയിൽ സുപ്രീം കോടതി നിർണായകമായ ഒരു തീരുമാനം കഴിഞ്ഞ ദിവസം എടുത്തു. അത് വലിയൊരു നേട്ടമാണ് MK സ്റ്റാലിനെയും DMKയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ പ്രതിപക്ഷം ദുർബലമായി ഇരിക്കുന്ന അവസരത്തിൽ ഭരണകക്ഷിക്ക് ഏറെ മുന്നോട്ട് പോകാൻ സാധിക്കും. ഏതാണ്ട് 50% വോട്ട് ഷെയർ ഉണ്ട് ഭരിക്കുന്ന മുന്നണിക്ക്. അപ്പം അതുകൊണ്ട് ദുർബലമായ പ്രതിപക്ഷമാണ്. പ്രതിപക്ഷത്തെ കക്ഷികൾ ചിതറി നിൽക്കുകയാണ്. BJPയും ADMKയും മാറി നിൽക്കുമ്പോൾ, അതോടൊപ്പം തന്നെ വിജയ് കക്ഷിയും മാറി നിൽക്കുമ്പോൾ, യഥാർത്ഥത്തിൽ DMK ഇതര വോട്ടുകൾ മിനിമം 3ആയിട്ടെങ്കിലും ചിതറും. ഒന്ന് AIADMKയും ആ പാർട്ടിയുടെ സഖ്യകക്ഷികൾക്കുമായി, അതാണല്ലോ മുഖ്യ പ്രതിപക്ഷം. 2 ഭാരതീയ ജനതാ പാർട്ടി, വേറെ നിൽക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയും അതിന് ചെറിയ സഖ്യകക്ഷികളും. 3 ഇനിയും തെളിയിക്കപ്പെടാനുള്ള ജനപിന്തുണ ഉള്ള വിജയ് എന്ന പുതിയ പാർട്ടി. അപ്പോൾ വിജയുടെ
പാർട്ടി എത്രത്തോളം വോട്ട് പിടിക്കും എന്നത് ഊഹിക്കാനേ പറ്റൂ. പിടിക്കുന്ന വോട്ടുകൾ തീർച്ചയായും DMK അനുകൂല വോട്ടുകളാകാൻ സാധ്യത കുറവാണ്. DMK വിരുദ്ധ വോട്ടുകൾ സ്വാംശീകരിക്കുന്നത് വിജയിലേക്കാണെങ്കിൽ ആത്യന്തികമായി അദ്ദേഹം 2026 അദ്ദേഹം മുഖ്യ പ്രതിപക്ഷ കക്ഷിയുടെ നേതാവാകാനാണ് അദ്ദേഹം താല്പര്യപ്പെടുന്നത്. ഒരുപക്ഷെ യാഥാർത്ഥ്യബോധത്തോടെ അങ്ങനെ സംഭവിച്ചാൽ AIADMKക്ക് വേരുകളില്ലാതെയാകും. എടപ്പാടി പളനിസ്വാമി പക്ഷം EPS പക്ഷവുമായും OPS പനീർശെൽവം പക്ഷമായിട്ടും TTV ദിനകരൻ പക്ഷമായിട്ടും ഒക്കെ ചിതറി നിൽക്കുന്ന AIADMK ഒരുമിച്ച് വന്നെങ്കിൽ മാത്രമേ ഫലപ്രദമായി സ്റ്റാലിനെയും DMKയും നേരിടാനാവൂ. അതോടൊപ്പം BJP കൊണ്ടുവരുന്ന ഒരു സോളിഡിറ്റി, കേന്ദ്രവുമായി ഉള്ള ബന്ധം, അല്ല എങ്കിൽ ഒരുപക്ഷെ അഴിമതി കേസുകളിൽ പലരും പെട്ടുപോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാം നോക്കണമല്ലോ. അതുകൊണ്ട് BJP ബാന്ധവം പുതിയ പ്രസിഡന്റിന് കീഴിൽ നൈനാർ രാജേന്ദ്രൻ എന്ന പുതിയ പ്രസിഡന്റ് നൈനാർ നാഗേന്ദ്രയെ പുതിയ പ്രസിഡന്റായി നിയമിച്ചുകൊണ്ട് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ BJP ഒരു പരീക്ഷണം നടത്തുകയാണ്. അദ്ദേഹം നേരത്തെ 2017 വരെ AIADMKയിൽ ആയിരുന്നു. അദ്ദേഹം 2001-ലും 2011-ലും 2016-ലും AIADMKയിൽ ജയിച്ചു വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ AIADMK ടിക്കറ്റിൽ തിരുനെൽവേലിയിലാണ് അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലം തിരുനെൽവേലിയാണ്. തിരുനെൽവേലിയിൽ നിന്നും ജയിച്ചു വന്ന ആളാണ്. 2017-ലാണ് അദ്ദേഹം BJPയിൽ ചേരുന്നതും. എന്നാൽ BJPയുടെ ഭരണഘടന അനുസരിച്ച് മിനിമം 10 വർഷം BJPയിൽ പ്രവർത്തിച്ച പരിചയമുള്ള ഒരാൾക്ക് മാത്രമേ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാകാൻ സാധിക്കൂ നിയമപരമായി. പക്ഷേ ആ ഭാഗം മാറ്റി എഴുതിക്കൊണ്ട് അമിത്ഷാ പ്രത്യേക താല്പര്യമെടുത്തുകൊണ്ട് AIADMK നേതാവ് പളനിസ്വാമിയുടെ കൂടി താല്പര്യം പരിഗണിച്ചുകൊണ്ട് തേവർ വിഭാഗത്തിലുള്ള ഒരാൾ, തേവർ മകൻ എന്ന് പറയാം, തേവർ വിഭാഗത്തിലുള്ള ഒരാൾ തീർച്ചയായും BJP അധ്യക്ഷനായി വരുമ്പോൾ സാമുദായിക സമവാക്യങ്ങളും ഗൗണ്ടർ വോട്ടുകൾ, തേവർ വോട്ടുകൾ എല്ലാം പിടിച്ചുകൊണ്ട്, അവിടെ ജാതി സമവാക്യങ്ങൾ വളരെ പ്രധാനമാണ്, ഇതെല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് സ്റ്റാലിനെതിരെ ശക്തമായ പ്രതിപക്ഷമാകാനും ഒരുപക്ഷെ അടുത്ത പ്രാവശ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിച്ച് മുഖ്യമന്ത്രി പദത്തിൽ ഒരിക്കൽ കൂടി പളനിസ്വാമിക്ക് നൽകിയിരിക്കുന്ന ഉറപ്പിതാണ്, താങ്കൾക്കെതിരുണ്ടാവില്ല, ഞങ്ങൾ മുഖ്യമന്ത്രി പദം BJP ആഗ്രഹിക്കുന്നില്ല, മറ്റ് സഖ്യകക്ഷികളൊന്നും ആഗ്രഹിക്കുന്നില്ല, താങ്കൾക്ക് തീരുമാനിക്കാം, OPSനെ കൊണ്ടുവരണോ വേണ്ടായും താങ്കൾക്ക് തീരുമാനിക്കാം, TTV ദിനകരനോടുള്ള നിലപാട് താങ്കൾക്ക് തീരുമാനിക്കാം, താങ്കളായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, അത് EPSനും സ്വീകാര്യമാണ്. അതുകൊണ്ട് ഒരു വെടിനിർത്തൽ ഉണ്ടായിരിക്കുന്നു, പ്രതിപക്ഷങ്ങൾ ഒന്നിച്ചിരിക്കുന്നു. ഇനി അറിയാനുള്ളത് ഒരു യഥാർത്ഥ ത്രികോണ പോരാട്ടത്തിലേക്ക് ആണോ തമിഴ്നാട് നീങ്ങുന്നത്? വിജയ് പാർട്ടി ഒരു വശത്തെ, മറ്റെല്ലാ യുണൈറ്റഡ് പ്രതിപക്ഷ കക്ഷികൾ മറുവശത്ത്, അതായത് AIADMKയുടെ നേതൃത്വത്തിൽ BJPയും മറ്റ് ചില ചെറിയ കക്ഷികളും. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയ DMK മുന്നണിയിൽ കോൺഗ്രസ് ഉണ്ട്, CPI, CPM, മുസ്ലിം ലീഗ്, ഇങ്ങനെയുള്ള മറ്റ് കക്ഷികൾ, പ്രാദേശിക കക്ഷികളുണ്ട്. ഇതെല്ലാം ചേർന്ന മുന്നണി രാഷ്ട്രീയം എങ്ങനെയാണ് തമിഴ്നാടിൻ്റെ ഭാഗധേയം 2026 നിശ്ചയിക്കുന്നത്? സ്റ്റാലിൻ യുഗത്തിന് അന്ത്യമാവുമോ? ഇത് വലിയൊരു ചോദ്യമാണ്. അതുകൊണ്ട് തമിഴ്നാട്ട് രാഷ്ട്രീയത്തിൽ ഈ കഴിഞ്ഞ ആഴ്ച സംഭവിച്ച വ്യാപകമായ മാറ്റങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന, അവലോകനം ചെയ്യുന്ന ചുമതലയായിരുന്നു എനിക്ക്. നന്ദി, നമസ്കാരം.